നഗരസഭാ കൗൺസിൽ യോഗത്തിന് പിന്നാലെ കൗൺസിൽ ഹാളിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഭരണകക്ഷിയായ ബിജെപിക്കുള്ളിലും പ്രതിപക്ഷ നിരകളിലും രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. കൗൺസിൽ ഹാളിൽ അരങ്ങേറിയ സംഘർഷങ്ങളിൽ ബിജെപി നേതൃത്വത്തെ RSS നേരിട്ട് അതൃപ്തി അറിയിച്ചതായാണ് സൂചന. കേരളത്തിൽ ബിജെപി ഭരണത്തിലുള്ള ഏക കോർപ്പറേഷൻ ആയതിനാൽ തിരുവനന്തപുരത്തെ ഓരോ നീക്കങ്ങളും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നും പ്രതിപക്ഷത്തെ നേരിടുമ്പോൾ കൗൺസിലർമാർ ആത്മസംയമനം പാലിക്കണമെന്നും ബിജെപി സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേയർ VV രാജേഷിനോടും ജില്ലാ നേതാക്കളോടുമാണ് പാർട്ടി നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. RSSന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ അടിയന്തര നീക്കം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബിജെപി കൗൺസിലറുമായ ചെമ്പഴന്തി ഉദയൻ കൗൺസിൽ ഹാളിൽ പെരുമാറിയ രീതി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചെന്നാണ് RSS ബിജെപി നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. UDF പാർലമെന്ററി പാർട്ടി നേതാവും കവടിയാർ കൗൺസിലറുമായ KS ശബരിനാഥനെതിരെ ഉദയൻ മോശം പദപ്രയോഗങ്ങൾ നടത്തുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷത്തെ ഒരു വനിതാ കൗൺസിലറുടെ തോളിൽ അടിപതിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. വാഴോട്ടുകോണം വാർഡിലെ ബിജെപി കൗൺസിലർ R സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നതാണ് ഭരണ നേതൃത്വത്തെ അലട്ടുന്ന മറ്റൊരു പ്രധാന വിഷയം. 4 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നതിനാൽ സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. അങ്ങനെയെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാകാതെ സുഗതൻ അയോഗ്യനാക്കപ്പെടാം. ഇത് കോർപ്പറേഷനിൽ നേരിയ ഭൂരിപക്ഷമുള്ള ബിജെപി ഭരണത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും മേയർ VV രാജേഷിന് ഇത് അഗ്നിപരീക്ഷയായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ബിജെപി ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF നീക്കം പാളിയതിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നത രൂക്ഷമാണ്. CPMന്റെ പിന്തുണയില്ലാതെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിയില്ല എന്നിരിക്കെ എടുത്തുചാടി ഇത്തരമൊരു നീക്കത്തിന് മുതിർന്നത് എന്തിനാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. പാർട്ടി നേതൃതലത്തിൽ ആവശ്യത്തിന് ചർച്ചകൾ നടത്താതെയാണ് ശബരിനാഥൻ ഈ തീരുമാനമെടുത്തതെന്നാണ് ആക്ഷേപം. ജില്ലയിലെ ഒരു പ്രമുഖ CPM നേതാവുമായുള്ള ശബരിനാഥന്റെ വ്യക്തിപരമായ ബന്ധമാണ് അവിശ്വാസ നീക്കത്തിന് പിന്നിലെന്നും ഈ ബന്ധം കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നും ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരം നിർണായക തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ശബരിനാഥന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നഗരസഭാ കാര്യങ്ങളിൽ മുൻ മന്ത്രിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ V ശിവൻകുട്ടി അനാവശ്യമായി ഇടപെടുന്നതിൽ CPM ജില്ലാ സെക്രട്ടറി V ജോയിക്കും അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് അവിശ്വാസ പ്രമേയ ചർച്ചകളിലേക്ക് നീങ്ങിയത് ശിവൻകുട്ടിയുടെ നിലപാടുകൾ വിശ്വസിച്ചാണെന്ന സംസാരവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ കടുത്തിട്ടുണ്ട്. നേരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ സ്വതന്ത്രനായി ജയിച്ച കണ്ണമൂല കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണനെ ശിവൻകുട്ടി വസതിയിൽ വിളിച്ചു വരുത്തി കണ്ടതും വലിയ വിവാദമായിരുന്നു. അന്ന് BJP അധികാരത്തിൽ നിന്ന് അകറ്റാൻ LDFും UDFും ചേർന്ന് രാധാകൃഷ്ണനെ മേയറാക്കാൻ ശിവൻകുട്ടി ശ്രമിച്ചെങ്കിലും CPM സംസ്ഥാന നേതൃത്വം അത് തടഞ്ഞു. ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തെ മറികടന്ന് ശിവൻകുട്ടി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ടെന്നാണ് സൂചന. അങ്ങനെ ആകെ മൊത്തം കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.